എബ്രോഡ് പോകണം, ദുബായ് ലൈഫ് സെറ്റാക്കണം, ലക്ഷറി ജീവിതം ജീവിക്കണം, ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓരോ പ്രവാസിയും നാട്ടിൽ നിന്ന് ദുബായിലോട്ടും മറ്റ് എബ്രോഡ് കൺട്രീസിലോട്ടും വരുന്നത്. പക്ഷേ ദ റിയൽ ലൈഫ് സ്റ്റാർട്ട്സ് വൺസ് വി റിസീവ് ദ ബോർഡിംഗ് പാസ്. ഹായ്, മൈ നെയിം ഈസ് അനഘ ഷിജു ആൻഡ് ഐ ആം വർക്കിംഗ് ഇൻ ദുബായ് കറൻ്റ്ലി. ഒരുപാട് ഡ്രീംസുമായിട്ട് ദുബായിലോട്ട് വന്ന ഒരു തൃശ്ശൂർക്കാരിയാണ്. നൗ ഐ ആം റിവീലിംഗ് മൈ റിയൽ ലൈഫ് ഇൻ ദുബായ്. ഡ്രീം വേഴ്സസ് റിയാലിറ്റി. നമ്മൾ ദുബായ് ഇൻസ്റ്റഗ്രാമിലൂടെ കാണുമ്പോൾ എന്താണ്, ഷോപ്പിംഗ് വ്ളോഗ്സ്, പാർട്ടി വൈബ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ റിയാലിറ്റി ഈസ് ഓഫീസ് റൂം റിപ്പീറ്റ്. ഇതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിസിറ്റിംഗ് ടൈമിൽ നമ്മൾ വിചാരിക്കും, ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് അതൊക്കെ പോയി കാണാൻ, ഇതൊക്കെ പോയി കാണാൻ, ലൈഫ് എൻജോയ് ചെയ്യാൻ. ബട്ട് ഇൻ റിയാലിറ്റി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. വൺസ് വി എൻ്റർ ഇൻ ടു എ ജോബ് വി വിൽ ബി ബിസി വിത്ത് ദ ജോബ് തിങ്സ്. ജസ്റ്റ് ഓഫീസും റൂമും മാത്രമായിരിക്കും നമ്മുടെ ജീവിതം. ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ വീട്ടിലോട്ട് വിളിക്കും. ഇതാണ് നമ്മുടെ റിയാലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലും കൊണ്ട് വേണം ദുബായിലോട്ട് വരാനായിട്ട്. ലിവിങ് അലോൺ ട്രൂത്ത്, ഇത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. നാട്ടിൽ എല്ലാത്തിനും നമുക്ക് ആശ്രയിക്കാനായിട്ട് കുറേയധികം ആൾക്കാരുണ്ട്. നമ്മൾ പെട്ടെന്ന് ദുബായിലോട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി ചെയ്യേണ്ടി വരും. ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ നമ്മുടെ സങ്കടങ്ങളിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, വേറെ ആരും ഉണ്ടാവില്ല. ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു DIY പാക്കേജ് ആയിരിക്കും. സോ ഞാനിവിടേക്ക് മൂവ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുക്കിംഗ് എനിക്കറിയാത്തത് കൊണ്ട് അവളായിരുന്നു കുക്കിംഗ് കാര്യങ്ങളും ചെയ്തിരുന്നത്. എനിക്ക് ജസ്റ്റ് അരി വെക്കുന്ന പണി മാത്രമേ ഉണ്ടായിരുന്നു. അരി വെക്കലും ക്ലീനിങ്ങും ലോണ്ട്രി ആയിരുന്നു എൻ്റെ പരിപാടി. പക്ഷെ ഇപ്പം ഞാൻ മൂവ് ചെയ്തു. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാതും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. നാട്ടിൽ പോകുമ്പോൾ ഇതൊന്നും ഞാൻ ഒന്നും അറിയാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മൾ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ചെയ്യണം. ഗ്രാജുവലി നമ്മൾ ഇതിലെല്ലാം പ്രോ ആയി. ബട്ട് സ്ലോലി യു വിൽ ബി എക്സ്പേർട്ട് ഇൻ എവറിത്തിങ് ദാൻ യു ഇമാജിൻ. അതാണ് അടുത്തൊരു കാര്യമാണ് ഹോം സിക്നെസ്. എസ്പെഷ്യലി നമുക്ക് ഫെസ്റ്റിവൽ സീസൺസിലൊക്കെയാണ് നമുക്ക് കൂടുതലും ഹോം സിക്നെസ് അടിക്കുക. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുത്തെ ജോലി ഒന്ന് തീർത്ത് നമുക്ക് നാട്ടിൽ പോയാൽ മതി എന്ന് വിചാരിക്കും. ബട്ട് നമ്മൾ അതെല്ലാം അടക്കി പിടിച്ച് ഇവിടെ ഇരിക്കണം. കാരണം വൺസ് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് വീണ്ടും റീബിൽഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും. പക്ഷേ ഹോം സിക്നെസ് ഉണ്ടാവും. ജസ്റ്റ് വീഡിയോ കോളിൽ മാത്രം ഒതുക്കുക. നമുക്കറിയാം നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മളിൽ തന്നെ ഒതുക്കി നമ്മൾ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ സ്ട്രോങ്ങറായിട്ട് മുന്നോട്ട് പോകണം. മണി ട്രൂത്ത്. ഇനീഷ്യൽ സ്റ്റേജ് വിസിറ്റിംഗ് ടൈമിൽ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങുമ്പോൾ ഞാനത് INR ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ INR ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ നമുക്കുള്ള കിട്ടുന്ന സാലറി, നമ്മുടെ ഇൻകം അനുസരിച്ച് നമ്മൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവും, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ ഫാമിലിക്കൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അബ്രോഡ് ലൈഫ് ഒരിക്കലും ഈസി അല്ല. ഇഫ് യു ആർ ഫൈറ്റിംഗ് സൈലൻ്റ്ലി, റിമെമ്പർ വൺ ഡേ യു വിൽ ബി സക്സസ് ഇൻ യുവർ ലൈഫ്. സ്ലോലി നമ്മളെല്ലാം പഠിക്കും. കുക്കിംഗ്, ക്ലീനിങ്, എവറിത്തിങ്. നമ്മളെവിടെയെങ്കിലും ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഗൂഗിൾ മാപ്പ് വഴികാട്ടുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് വഴികാട്ടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ എത്തുന്നതും ഡിസ്റ്റൻസ് അല്ല, നമ്മുടെ ബ്രേവ്നെസ് ആണ്. ഹു ടുക്ക് ദാറ്റ് ഡിസിഷൻ? എവറി ഗേൾസ് ആർ ബ്രേവ്. പ്രഷറുണ്ട്, ലോൺലിനെസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് വൺ ഡേ യു വിൽ ബിക്കം ഇൻഡിപെൻഡൻറ്റ്.